അലി, എനിക്ക് കുറേയായി ഒരു രോഗം കൊണ്ട് ഞാൻ കഷ്ടപ്പെടുന്നു. എനിക്ക് അത് എങ്ങനെ പറയണം എന്നറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങളിത് അറിയാതിരുന്നത്. പിന്നെ ഞാൻ മരിച്ചാൽ ഐഷുവിനെ നിങ്ങൾ നന്നായി നോക്കണം. അവളുടെ ആഗ്രഹങ്ങൾക്ക് തടസ്സമാവരുത്. അതിനായി ഞാൻ അവളുടെ പേരിൽ എൻ്റെ വീടും ഈ സ്ഥലവും എഴുതിയിട്ടുണ്ട്. അവളുടെ ആഗ്രഹങ്ങൾ എനിക്ക് അത്രയും വലുതാണ്. പിന്നെ ഞാനും ആമിനയും ഇല്ലാത്തതിൻ്റെ കുറവ് അവളെ അറിയിക്കരുത്. അവളെ നോക്കുന്നതിനു വേണ്ടി നിൻ്റെയും നഫീസയുടെയും പേരിൽ കുറച്ച് സ്ഥലം എഴുതിയിട്ടുണ്ട്. എൻ്റെ മരണത്തിന് ശേഷം അവളെ നിങ്ങൾ നിയമപരമായി ദത്തെടുക്കണം. ഇത് എൻ്റെ വസിയത്താണ്. പിന്നെ അവളുടെ ഉമ്മുമ്മാക്കും ഒരു കുഴപ്പവുമില്ല. എനിക്ക് ക്യാൻസർ ആണ്. ഇത് അന്ന് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ഉൾക്കൊള്ളുമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് സ്വന്തം മമ്മദിക്ക. ഇത് വായിച്ചപ്പോൾ എൻ്റെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞുപോയി. അപ്പോൾ എന്നോട് നഫീസ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്താ അലിക്ക നിങ്ങൾ കരയുന്നത്? എന്നിട്ട് ഞാനത് നഫീസക്ക് കൊടുത്തു. ഞാൻ പോയി. അല്ലെങ്കിലും നമ്മൾ പോലും അറിയാതെ പലരും നമുക്ക് പ്രിയപ്പെട്ടവരാകും. പിന്നെ അവർ പോയാൽ ഭ്രാന്ത് ആയതുപോലെയാണ്.